നമസ്കാരം, സൈക്കോപാത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് സ്ട്രിങ് എന്നുള്ളതും അതേപോലെ തന്നെ സ്ട്രിങ്ങിൻ്റെ കുറച്ച് ഇനിഷ്യലൈസേഷൻ കാര്യങ്ങളും ഒരു സ്ട്രിങ് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാമെന്നുള്ളതുമൊക്കെയാണ്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രിങ് റീഡ് ചെയ്തിട്ട് അതേപോലെ തന്നെ എങ്ങനെ പ്രിൻറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രിങ് എന്ന് പറയുന്നത് ക്യാരക്ടർ അറയാണ്. അറേ എന്താണെന്ന് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ആ എല്ലാ വീഡിയോയും അടങ്ങുന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐക്കാർഡിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കയറി കാണുക, കണ്ടു കഴിഞ്ഞ് അത് മനസ്സിലാക്കുക, എന്നിട്ട് ഈ വീഡിയോ കാണുക. അപ്പം നമുക്ക് എങ്ങനെയാണോ നമ്മൾ നേരത്തെ ഒരു അറേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, ഒരു ഇൻറ്റീജർ അറയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇൻ്റെന്ന് കൊടുക്കുന്നു, അറേയുടെ പേര് കൊടുക്കുന്നു, അതിൻ്റെ ഉള്ളിൽ സൈസ് മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റിൻ്റെ സൈസ് എത്ര നോക്കും, 5 നോക്കും. ഇൻറ്റിൻ്റെ സൈസ് ഇൻറ്റു 5, സൈസ് ഓഫ് ഇൻറ്റ് ഇൻറ്റു 5. അപ്പോൾ ഇൻറ്റിൻ്റെ സൈസ് 4 ബൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 4 × 5 അങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതേ മെക്കാനിസം തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ക്യാരക്ടർ അറേയും ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെ ഒരു ക്യാരക്ടർ അറേ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ക്യാരക്ടർ അറേ ഉണ്ടാക്കണമെങ്കിൽ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ക്യാരക്ടർ ക്യാർ എന്ന കീവേഡ് ഉപയോഗിക്കുക. അറേയുടെ പേര് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. ഇപ്പം ഞാൻ ജസ്റ്റ് നെയിം എന്ന് കൊടുക്കുന്നു. നെയിം എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ലിമിറ്റ് കൊടുക്കുക. ഓക്കെ, നെയിം എന്ന് കൊടുക്കുന്നു. അപ്പം ക്യാർ നെയിം 5 എന്ന് ഞാൻ കൊടുത്തു. ക്യാർ നെയിം 5 എന്ന് കൊടുത്തു കഴിയാൻ നേരത്ത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടറിന് എത്ര ബൈറ്റാന്ന് നോക്കുന്നു. അപ്പോൾ നമുക്കറിയാം 1 ബൈറ്റ്. അതുപോലെ ഈ സൈസ് എത്ര ആണെന്ന് നോക്കുന്നു. അപ്പോൾ സൈസ് 5. 1 ബൈറ്റ് ഇൻറ്റു 5 ഈക്വൽ ടു 5 ബൈറ്റ് ആണ് അതിന് വേണ്ട സ്പേസ് എന്ന് പറയുന്നത്. അതായത് 1 ഇൻറ്റു സൈസ്, അതിൻ്റെ മാക്സിമം സൈസാണ് ആ അറേയുടെ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ അറേ മീൻസ് സ്ട്രിങ്ങിൻ്റെ മാക്സിമം എത്ര മെമ്മറി എടുക്കുക എന്നുള്ള സംഗതി. ഇനിയും നമുക്ക് ഒരു സ്ട്രിങ് എങ്ങനെ, ഇപ്പോൾ സ്ട്രിങ് ജസ്റ്റ് ഉണ്ടാക്കി ഡിക്ലെയർ ചെയ്തു. ഇനി ഈ സ്ട്രിങ്ങിനെ ഇനിഷ്യലൈസ് ചെയ്യണമെന്നിരിക്കട്ടെ. അപ്പോൾ ഓക്കെ, നമുക്ക് നെയിം എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ ഏതൊക്കെ മാർഗ്ഗങ്ങളുണ്ടെന്ന് നോക്കാം. നമ്മൾ നോർമലി നമ്മൾ അറേയിൽ ചെയ്യുന്ന അതേ ഒരു മെത്തേഡ് നമുക്ക് ആദ്യം ഉപയോഗിക്കാം. ക്യാർ നെയിം 5 ഈക്വൽ ടു സിംഗിൾ കോട്ട്സ് എ, സിംഗിൾ കോട്ട്സ് ബി, സിംഗിൾ കോട്ട് സി എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആദ്യം ഇനിഷ്യലൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് വരച്ച് കാണിക്കാം നിങ്ങളെ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് ഇങ്ങനത്തെ ഒരു അറേ ആയിരിക്കും. അപ്പോൾ നമുക്ക് ടോട്ടലി 5 എലമെൻറ്റ്സ് ആണ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. 1 2 3 4 5. അപ്പോൾ 5 എലമെൻറ്റ്സ് ആയിരിക്കും സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. എല്ലാ അറേയെ പോലെ തന്നെ ഇതിലും ഇൻഡെക്സ് തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. അപ്പോൾ 0 to 4 ആയിരിക്കും മാക്സിമം 5 ഉള്ള അറേയുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിതിൽ എലമെൻറ്റ്സ് എങ്ങനെ വരുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ്സ് എ ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ വരും. അപ്പോൾ എ. രണ്ടാമത്തെ എലമെൻറ്റ് ബി ആണ്. അപ്പോൾ ബി. മൂന്നാമത്തെ എലമെൻറ്റ് സി ആണ്. അപ്പം സി എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇവിടെ 2 എണ്ണം ഒന്നുമില്ലാതെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഈ തീരുന്ന ഭാഗത്ത് നമുക്കിവിടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും കൂടെ വരും. /0 എന്നാണ് പറയുന്നത്. നൾ ക്യാരക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം /0 എന്ന് പറയുന്നത് നൾ ക്യാരക്ടറാണ്. ഓക്കെ, /0 നൾ ക്യാരക്ടർ. അപ്പം എനിക്കിവിടെ 5 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം ഉണ്ടാക്കിയ സ്ട്രിങ്ങിൽ ഞാനിപ്പോൾ 3 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്തു. സപ്പോസ് ഞാനിത് 4 ആക്കാൻ പോവുകയാണ്. അപ്പോൾ 4 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നൾ ക്യാരക്ടർ നമുക്ക് മാറ്റാം. 4 എലമെൻറ്റ്സ് ആണ് ഞാൻ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. 4 എലമെൻറ്റ്സ് ആകുന്ന നേരത്ത് കോമ ഇട്ടിട്ട് ഞാനിവിടെ ഡി കൊടുക്കുന്നു. അപ്പോൾ ഡി വരാൻ നേരത്ത് ആ ഡി നേരെ ഇങ്ങോട്ട് വരും. അതേപോലെ അപ്പോൾ ഇവിടെ എന്ത് വരും, നൾ ക്യാരക്ടർ വരും, /0 വരും. ഇനിയിപ്പം ഞാനിവിടെ എഫും കൂടെ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുമെന്ന് കരുതുക. അതിവിടെ നടക്കുകയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ല. അപ്പം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതാണ് മാക്സിമം. അതായത് 5 എലമെൻറ്റ് മാക്സിമം ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു ക്യാരക്ടർ അറേയാണ് ഉണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ അതിൽ 4 എണ്ണമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ഒരെണ്ണം നൾ ക്യാരക്ടറിന് റിസർവ്ഡ് ആയിരിക്കും. അപ്പം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അപ്പം നമുക്ക് ABCDE സ്റ്റോർ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളിവിടെ 6
എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ആക്കേണ്ടിയിരുന്നു. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒന്നാമത്തെ ടൈപ്പ് ഇനിഷ്യലൈസേഷനാണ് കാണിച്ചത്. ഇനി ബാക്കിയുള്ള ഇനിഷ്യലൈസേഷനും കൂടി നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഒരു ഇനിഷ്യലൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ക്യാർ നെയിം ബ്രാക്കറ്റിൽ ജസ്റ്റ് ഞാൻ ഒന്നും കൊടുക്കുന്നില്ല, ഈക്വൽ ടു, ഇപ്പം നമ്മുടെ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുമ്പം ഹായ് എന്നായിക്കോട്ടെ. അപ്പം HAI എന്നാണ് ഞാനിപ്പോൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി 4 അസൈൻ ചെയ്യുന്നു. ഇതേ പ്രോപ്പർട്ടി നമ്മുടെ നോർമലായുള്ള അറയിലും ഉണ്ടായിരുന്നതാണ്. പിന്നെ നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടി നോക്കാം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാർ നെയിം ബോക്സ് കൊടുക്കുന്നു, ഈക്വൽ ടു ഇട്ടിട്ട് ഈ കേർലി ബ്രാക്കറ്റിൽ വേണ്ട ഡബിൾ കോട്ട്സിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഹായ്. ഇങ്ങനെ എഴുതിയാലും ഒരേ മീനിങ് ആയിട്ടാണ് കമ്പൈലർ കാണുന്നത്. അപ്പം ഇതും ഒരു ഇനിഷ്യലൈസേഷൻ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്ന ഇനിഷ്യലൈസേഷൻ ഒരു ക്യാരക്ടർ അറേക്ക് ഈ ഒരു മെത്തേഡായിരിക്കും, അല്ലാതെ വേറൊന്നും നമ്മൾ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു അറേ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതെങ്ങനെ പ്രിൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. പ്രിൻറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ പ്രിൻ്റ് ആണ്. പ്രിൻ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ഫോർമാറ്റ് സ്പെസിഫയർ കൊടുക്കണം. അപ്പം അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ സ്ട്രിങ്, ക്യാരക്ടർ സ്ട്രിങ് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഫോർമാറ്റ് സ്പെസിഫയർ. ഓക്കെ, അത് അപ്പുറത്തുള്ള നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പോകുന്ന വേരിയബിളിൻ്റെ ഫോർമാറ്റ് എന്താണെന്നാണ് സ്പെസിഫൈ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു അറേ ആയിരുന്നെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഓരോന്നിനെയും സെപ്പറേറ്റ് എടുത്ത് പ്രിൻറ്റ് ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതേ മെത്തേഡ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. പക്ഷേ നമുക്ക് അതിലും കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉള്ളൊരു മെത്തേഡ് ഉണ്ട്, കുറച്ചുകൂടി നല്ല മെത്തേഡ്. നമ്മൾ %s കൊടുക്കുക. %c ആണ് ക്യാരക്ടറിന്. അത് നമ്മൾ സ്ട്രിങ്ങിനെ ഫുള്ള് എടുക്കുന്നതിന് നമ്മൾ %s കൊടുക്കുക, കോമ ഇട്ടിട്ട് സ്ട്രിങ്ങിൻ്റെ നെയിം. അപ്പം സ്ട്രിങ്ങിൻ്റെ നെയിം കൊടുത്തു കഴിയുമ്പം ജസ്റ്റ് ആ സ്ട്രിങ് ഫുള്ള് പ്രിൻറ്റ് ചെയ്യും. ഇതാണ് അതിൻ്റെ printf മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ പ്രിൻറ്റിങ് ഫംഗ്ഷൻ എന്ന്. നമുക്ക് ആദ്യം ഒരു സ്ട്രിങ് ഉണ്ടാക്കാം. സ്ട്രിങ് ഉണ്ടാക്കിയാർ നെയിം. അപ്പം നെയിം എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ അകത്ത് ഞാൻ 5 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പോകുന്നു. എന്നിട്ട് അതിൽ ഞാൻ ആദ്യം A, B, B, C ആണ് അതിൽ ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, A, B, C ഞാൻ കൊടുക്കുന്നു. ഇനിയിപ്പം ഞാനിത് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. printf %f ഒരു സ്ലാഷിനും കൂടെ നമുക്ക് കൊടുക്കാം. %f അല്ല, സോറി, %s സ്ലാഷിന് കൊടുക്കാം. അതിനുശേഷം ഞാൻ ജസ്റ്റ് നെയിം എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്കിതിൻ്റെ സൈസും കൂടെ ഒന്ന് പ്രിൻറ്റ് ചെയ്യണം. ഞാൻ printf സൈസ് ഓഫ് നെയിം എന്ന് ഞാൻ കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ആ സൈസ് അടുത്ത ലൈനിൽ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ സൈസ് %d ഇടണം നമ്മൾ. ജസ്റ്റ് ന്യൂ ലൈൻ കൂടെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ സൈസ് പ്രിൻറ്റ് ചെയ്യും. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ABC 5 എന്ന് പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ജസ്റ്റ് ഇത് 4 ആക്കുവാണ്. ജസ്റ്റ് ഞാൻ റൺ കൊടുത്തു, ABC 4. ഇനി ഞാൻ 3 ആക്കുക, കാര്യം ഇവിടെ 3 ക്യാരക്ടറേ ഉള്ളൂ. ഞാൻ ഇവിടെ 3 ആക്കുവാണ്, സൈസ് 3 ആക്കി. ജസ്റ്റ് റൺ ചെയ്തു. ഇപ്പം നമുക്ക് ABC 3 എന്ന് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാ കമ്പൈലറും ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നൾ ക്യാരക്ടർ ഇതിൽ സ്റ്റോർ ചെയ്യാൻ സ്പേസ് ഇല്ലാതായി പോകുന്ന ഒരു പ്രശ്നം ചിലപ്പോൾ കാണിക്കാറുണ്ട്. ഓക്കെ, എനിവേ നമുക്കിനി ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ആ ഒരു ഇത് കളഞ്ഞു, അവിടെ ഞാൻ ഒന്നും കൊടുത്തില്ല, ജസ്റ്റ് ഞാൻ റൺ ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ സൈസ് ഓഫ് കീവേഡ് നമുക്ക് കാണിച്ചു തരുന്നത് ഇത് 3 ഇതാണെന്നാണ്. പൊതുവേ എനിക്ക് തോന്നുന്നു സൈസ് ഓഫിൻ്റെ കീവേഡിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. ഈ ടെർബോയുടെ C കമ്പൈലറൊന്നും പൊതുവേ ഇത് അക്സെപ്റ്റ് ചെയ്യാത്തതാണ്. നമുക്കിനിയും ജസ്റ്റ് അടുത്ത മെത്തേഡ് നോക്കാം. PRO എന്ന് ഞാൻ കൊടുക്കുന്നു, റൺ കൊടുക്കുന്നു. കണ്ടോ, PRO എന്ന് കൊടുത്തപ്പോൾ അവിടെ 4 ആയി. അവിടെ /0 ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തു, അതുകൊണ്ടാണ് അവിടെ 4 ആയത്. /0 ശരിക്കും പറഞ്ഞാൽ വേണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രിങ് എവിടെ തീരുമെന്ന് അറിയാൻ പറ്റുകയില്ല. അപ്പോൾ ഇതുകൊണ്ട് ഈ മെത്തേഡാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയുള്ളൊരു മെത്തേഡ്. നെയിം ഇത് കൊടുക്കുന്നു, സൈസ് കൊടുക്കുന്നു, ജസ്റ്റ് PRO എന്ന് കൊടുക്കുന്നു. ഈ ഡബിൾ കോട്ട്സിൽ ഇട്ട് കഴിഞ്ഞാൽ സ്ട്രിങ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയിപ്പം നമുക്ക് നോക്കാം. എന്ന് ഞാൻ കൊടുക്കുന്നു, ഒരു സ്പേസ് ഇട്ടു. അപ്പോൾ ടോട്ടലി ഇവിടെ 4 എണ്ണം ഉണ്ട്. അപ്പോൾ സൈസ് ഓഫിൽ 5 എണ്ണം നമുക്ക് വരും. ഓക്കെ, ആ സ്പേസും കൂടെ കൂട്ടി 5 എണ്ണം വരും. അപ്പോൾ THE എന്ന് പറഞ്ഞാൽ 3, പിന്നെ സ്പേസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും കൂട്ടി 4 ക്യാരക്ടർ, പിന്നെ /0 5 ക്യാരക്ടർ. അങ്ങനെയാണ് അവിടെ 5 വരുന്നത്. അപ്പം
വളരെ സിമ്പിളായിട്ട് നമ്മളൊരു സ്ട്രിങ് ഇനിഷ്യലൈസ് ചെയ്യാനും അതേപോലെ തന്നെ അത് പ്രിൻറ്റ് ചെയ്യാനും ഇപ്പം നിലവിൽ പഠിച്ചു. പിന്നെ എങ്ങനെ ഒരു സ്ട്രിങ് സ്കാൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒരു സ്ട്രിങ് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. അത് നമ്മൾ സ്കാൻ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെയാണ് യൂസ് ചെയ്യുന്നത്. സ്കാൻ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അതേപോലെ %s കൊടുക്കണം. അതിന് ശേഷം നമ്മൾ സാധാരണ കൊടുക്കുന്നത് ആംപ്രസൻറ്റ് നെയിമാണ്. ആംപ്രസൻറ്റ് അഡ്രസ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ എലമെൻറ്റ്സിൻ്റെ കളക്ഷനാണ്. അതുകൊണ്ട് അതിനൊരു സ്പെസിഫൈ ചെയ്ത അഡ്രസ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അഡ്രസ്സിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് നെയിം എന്ന് എഴുതിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കാരണം അതല്ല, ഈ സ്ട്രിങ് എന്ന് പറയുന്നത് തന്നെ അല്ലെങ്കിൽ സ്ട്രിങ്ങിൻ്റെ പേരെന്ന് പറയുന്നത് തന്നെ അഡ്രസ്സാണ്. അതെന്താണെന്നൊക്കെ വരുന്ന എപ്പിസോഡിൽ പോയിൻ്ററൊക്കെ പറഞ്ഞു തരുന്ന ടൈമിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ വേറൊന്നും ആലോചിക്കേണ്ട, ആംപ്രസൻറ്റ് ഇടണ്ട, സ്ട്രിങ്ങിൻ്റെ കേസിൽ നിന്ന് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. നമുക്ക് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ 5 എലമെൻറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രിങ് ആണ് ഉണ്ടാക്കുന്നത്. 5 എലമെൻറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രിങ് ഞാൻ ഉണ്ടാക്കി. ഇനി ഞാൻ പ്രിൻ്റ് അകത്ത് കൊടുക്കുകയാണ്. പ്രിൻ്റ് എഫ് എൻ്റർ നെയിം. ഓക്കെ, എൻ്റർ നെയിം എന്ന് കൊടുക്കുന്നു. എന്നിട്ടൊരു കോളൻ ഇടുന്നു. ഇവിടെ ആളെന്ത് വന്നാലും പേര് ടൈപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ ആ പേരാണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് സ്കാനഫ് കൊടുക്കുന്നു. സ്കാനഫ് %s നെയിം റീഡ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. എന്നിട്ട് നെയിം ഈസ് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ കൊടുക്കുന്നത്. നമുക്കിവിടെ സൈസ് ഓഫ് ഒന്നും വേണ്ട, അതൊക്കെ ഞാൻ എടുത്ത് കളയുന്നു. അതുപോലെ ഇവിടെ 10 ക്യാരക്ടർ മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി റൺ ചെയ്യാം. ഓക്കെ, സ്കാൻഎഫ്. ഓക്കെ, സ്കാൻഎഫ്. ഇവിടെ വന്ന എറർ വേറൊന്നുമല്ല, ഈ പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവിടെ ഞാൻ സെമിക്കോളൻ ഇടാൻ മറന്നു പോയതാണ്. സിമ്പിളായുള്ളൊരു എററാണ്. ഓക്കെ, നമുക്കൊന്നുകൂടെ റൺ ചെയ്യാം. അപ്പോൾ അതേ പ്രോഗ്രാമിൽ ഇവിടെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റർ നെയിം എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ജയശങ്കർ എന്ന് കൊടുക്കുന്നു. നെയിം ഈസ് ജയശങ്കർ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യുന്നു. അടുത്തത് ഓക്കെ, അടുത്ത് ഞാൻ ഒന്നുകൂടെ റൺ ചെയ്യുന്നു. TNJAYASNKAR J സ്പേസ് P. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 2 ബ്ലാങ്ക് സ്പേസ് വന്നു. എൻ്റർ കൊടുക്കുവാണ്. അപ്പോൾ JP എന്ന് പറഞ്ഞ സംഗതി വന്നിട്ടില്ല, അതിന് മുമ്പ് സ്പേസ് വന്നുകൊണ്ടാണ്. അത് നമ്മുടെ സ്കാൻഎഫ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ്റെ ഒരു പോരായ്മയാണ്. അപ്പോൾ അതെങ്ങനെ ഓവർകം ചെയ്യാമെന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിലും നല്ല എപ്പിസോഡുമായി ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ JP സൈനിങ് ഔട്ട്. സീ യു.